ജനം TV വാർത്താ സംസ്കാരം രാഷ്ട്രവികസനത്തിൽ കേന്ദ്രീകൃതമെന്ന് ISRO മുൻ ചെയർമാൻ എസ് സോമനാഥ്. രാഷ്ട്രത്തിന്റെ പുരാതന സംസ്കൃതിയിൽ പുതുതലമുറയ്ക്ക് അവബോധമുണ്ടാക്കാൻ ജനം TVക്ക് സാധിക്കും. രാജ്യത്തിന്റെ വളർച്ചയെക്കുറിച്ച് സർഗാത്മക കാഴ്ചപ്പാട് വളർത്താൻ ജനം TVക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനം TV ന്യൂസ് സ്റ്റുഡിയോ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു എസ് സോമനാഥ്. രാജ്യത്തിന്റെ ബഹിരാകാശ കുതിപ്പിലും ചന്ദ്രയാന്റെ ദക്ഷിണ ധ്രുവ ലാൻഡിംഗിലുമെല്ലാം നിർണായക പങ്ക് വഹിച്ച ISRO മുൻ ചെയർമാൻ എസ് സോമനാഥ് ജനം TVയുടെ നവീകരിച്ച ന്യൂസ് സ്റ്റുഡിയോയിൽ ഇന്ന് രാവിലെയാണ് സന്ദർശനം നടത്തിയത്. ജനം TV ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. തുടർന്ന് പുതിയ സ്റ്റുഡിയോയിലെ ആധുനിക സംവിധാനങ്ങളെല്ലാം എസ് സോമനാഥ് നേരിൽ കണ്ടു. വാർത്തയുടെ ആരംഭം മുതൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നതുവരെയുള്ള ഓരോ ഘട്ടവും സാങ്കേതിക വശങ്ങളും ചോദിച്ചറിഞ്ഞു. ജനം TV വാർത്താ സംസ്കാരം രാഷ്ട്രവികസനത്തിൽ കേന്ദ്രീകൃതമെന്ന് സന്ദർശനശേഷം അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചയിൽ സകാരാത്മക കാഴ്ചപ്പാട് വളർത്താൻ ജനത്തിന് കഴിയും. ഒരു ന്യൂസ് ചാനൽ എന്ന നിലയിൽ ജനം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വികസനത്തിൻ്റെ കാര്യത്തെക്കുറിച്ചുള്ള വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ബ്രോഡ്കാസ്റ്റാണ് നടക്കുന്നത്. രാജ്യത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട നേട്ടങ്ങളെക്കുറിച്ചും ഗ്രോത്തുകളെക്കുറിച്ചും നമ്മൾ എപ്പോഴും ക്രിട്ടിക്കലായിട്ട് നെഗറ്റീവായിട്ട് മാത്രം കാണാതെ എങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് സമൂഹത്തിന് പുതിയ തലമുറയ്ക്ക് നൽകാൻ കഴിയും എന്നുള്ള കാര്യത്തിലും എനിക്ക് തോന്നുന്നു ജനം TVക്ക് കുറേ അധികം കോൺട്രിബ്യൂഷൻ നടത്താൻ കഴിയും. രാഷ്ട്രത്തിന്റെ പുരാതന സംസ്കൃതിയിൽ പുതുതലമുറയ്ക്ക് അവബോധമുണ്ടാക്കാൻ ജനം TVക്ക് സാധിക്കും. ചാനലുകൾ വാർത്തയ്ക്കും അപ്പുറത്തേക്കും കടന്നു വരണം. രാഷ്ട്ര നന്മയെക്കുറിച്ച് ക്രിയാത്മക ചർച്ചകൾ ചാനലുകളിൽ നടക്കണമെന്നും എസ് സോമനാഥ് അഭിപ്രായപ്പെട്ടു. ജനം, തിരുവനന്തപുരം.